എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ PWD റെസ്റ്റ് ഹൗസിന്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. നിങ്ങളിവിടെ കാണുന്നത് പഴയ റെസ്റ്റ് ഹൗസിന്റെ ഭാഗത്ത് വരുന്ന ഒരു വാട്ടർ ടാങ്കാണ്. പണ്ട് ബ്രിട്ടീഷ് കാലകാലത്ത് ഉണ്ടാക്കിയിരുന്ന ഇരുമ്പ് കൊണ്ടുള്ള ഒരു വാട്ടർ ടാങ്ക്. അതുപോലെ ഇവിടെ ഈ കാണുന്നത് ആ ടാങ്കിന് താഴെ ഒരു റൂമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കാണിക്കാൻ കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഉത്തമൻ എന്ന മലയാള സിനിമയില് ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ജയറാം താമസിച്ചിരുന്നതായിട്ട് കാണിച്ചിരിക്കുന്ന റൂമാണ്. സിദ്ദീഖ് ഒരു പോലീസ് ഓഫീസറായിട്ട്. അതുപോലെ തന്നെ ജയറാമുള്ള ആ സിനിമ കണ്ടവർക്കെല്ലാം മനസ്സിലാകും, ആ ഫിലിമിന്റെ ലൊക്കേഷൻ കൂടിയാണിത്. ഇതിവിടെ കാണിക്കാൻ കാരണം ഇന്നും നമ്മൾ കാണാൻ കഴിയാത്ത മാതിരിയുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ഇതിന് മുകളിൽ ഇരുമ്പ് കൊണ്ടുള്ള വാട്ടർ ടാങ്ക്, അതിനെ സപ്പോർട്ട് ചെയ്തുള്ള ചുമരുകൾ. ഇപ്പോൾ പുതിയ വാട്ടർ ടാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. പഴയ കാലത്തെ പഴമ അങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്പോഴും അത് നിലനിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. നമ്മളിവിടെ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുമ്പ് കൊണ്ടുള്ള വാട്ടർ ടാങ്ക്. ഇപ്പോഴും ആ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പുതിയ വാട്ടർ ടാങ്കാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊല്ലങ്കോടും നെന്മാറയിലും ഒക്കെ ചെന്നാൽ കാണാവുന്ന ഒരു കാഴ്ചകളാണ്. വളരെ വളരെ പഴക്കമേറിയ വൃക്ഷങ്ങള്. അതുപോലെ തന്നെ ആ വൃക്ഷങ്ങളുടെ പ്രത്യേകിച്ചും പെരാലിലേക്ക് വേരുകൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അത് വീണ്ടും മരമായി വളർന്ന് അങ്ങനെയുള്ള കാഴ്ചകൾ. നെന്മാറയുടെ മറ്റനവധി വീഡിയോകൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് അത് എല്ലാം കാണാവുന്നതാണ്. നെന്മാറ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഞാൻ ചെന്ന് താമസിച്ചിരുന്നതാണ് ഈ PWD റെസ്റ്റ് ഹൗസ്. നെന്മാറയുടെ ഒട്ടനവധി വീഡിയോകൾ, നെന്മാറ പെറ്റ്സ് പാർക്ക്, അതുപോലെ തന്നെ പോത്തുണ്ടി ഡാം, കൊല്ലങ്കോടുള്ള വിവിധ വീഡിയോകള്, സീതാർകുണ്ട് വാട്ടർഫാൾസ്, മുതലമട റെയിൽവേ സ്റ്റേഷൻ, ചുള്ളിയാർ ഡാം തുടങ്ങിയ അനവധി വീഡിയോകൾ ഞാൻ ഈ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറകെ ആ ഓരോ വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.